ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ. അങ്ങനെ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പൊ നയനയ്ക്ക് ആ ഒരു 50 ലക്ഷം രൂപ കൊണ്ടു കൊടുത്തിട്ട് നയന മേടിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നയന ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കനകദുർഗ അടുത്ത് വന്നിട്ട് എന്ത് പറ്റി മോൾക്കൊരു വിഷമം പോലെ, എന്താ മോൾക്കൊരു വിഷമം പോലെ തോന്നുന്നുണ്ടല്ലോ, അല്ല മോളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ഈ അമ്മയോട് തുറന്നു പറയണം കേട്ടോ. മനസ്സിലൊന്നും വിഷമമൊന്നും കൊണ്ട് നടക്കരുത്. ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞതാണ് മനസ്സിന് വിഷമം താങ്ങുന്ന കാര്യങ്ങളൊന്നും ചിന്തിച്ച് നടക്കരുത് എന്ന്. ഹേയ് ഒന്നുമില്ലമ്മ, എന്റെ മനസ്സിന് എന്ത് വിഷമം, വേറൊരു വിഷമവും ഇല്ല. എന്റെ അമ്മായിയമ്മ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു വിഷമമുള്ളൂ. പിന്നെ എന്റെ അമ്മായിയമ്മ ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാനല്ല ആ കരള് കൊടുത്തതെന്ന് എന്റെ അമ്മായിയമ്മയ്ക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാനാണ് ആ കരള് കൊടുത്തതെന്ന് എന്റെ അമ്മായിയമ്മയ്ക്ക് അറിയില്ല എങ്കിലും ആ കരള് കൊടുത്ത കുട്ടിക്ക് വേണ്ടി എന്റെ അമ്മായിയമ്മ പ്രാർത്ഥിക്കാതിരിക്കില്ലല്ലോ. ആദർശേട്ടന്റെ അമ്മ പ്രാർത്ഥിക്കൂലോ. അപ്പൊ ആ പ്രാർത്ഥന ആർക്കാ ഏൽക്കണത്? എനിക്കല്ലേ ഏൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുറച്ച് മരുന്നുകളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പൊ മരുന്ന് തീർന്നിരിക്കുന്നോണ്ട് മരുന്ന് മേടിച്ചോണ്ട് വരാൻ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ ആദർശമോൻ മരുന്നുമായിട്ട് വരുമല്ലോ. മോൾ ആദർശമോനെ കാത്താണോ നിൽക്കുന്നത്? ആദർശേട്ടൻ വരുന്ന എനിക്ക് അറിയാം, കാത്തു നിൽക്കുന്ന ഒന്നും അല്ല. ഏതായാലും വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ടോ, ഇപ്പൊ ആദർശേട്ടനെ എപ്പോഴും കാണണം എന്നുള്ള ചിന്തയാണല്ലേ. ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളിയാക്കി അങ്ങ് വിടുകയാണ് കേട്ടോ. നമ്മുടെ നയനയും നന്ദുവും ഒക്കെ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത്. അപ്പോഴാണ് നമ്മുടെ ആദർശ് അനിയോട് പറയുന്നത്, അനി നീ ഒരു കാര്യം ചെയ്യണം, നീ കുറച്ച് മെഡിസിൻ ഒക്കെ മേടിച്ചുകൊണ്ട് പോകാനുണ്ട്. അപ്പൊ എനിക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളാണ്, തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, മെഡിസിന് നയനയ്ക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുക എന്നിങ്ങനെ പറയാണ്. അപ്പൊ അതിനിപ്പോ എന്തായിട്ടാ, ഞാൻ മേടിച്ചുകൊണ്ട് കൊടുക്കാലോ എന്നും പറഞ്ഞു. ആദർശ് പെട്ടെന്ന് അവിടെ നമ്മുടെ നന്ദു ഉണ്ടെന്നോ അത് അനാമികയ്ക്ക് ഇഷ്ടപ്പെടില്ലെന്നോ ഒന്നും ഓർക്കണില്ല, അങ്ങനെയൊന്നും ചിന്തിക്കണില്ല. പ്രത്യേകിച്ച് ആണുങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ലല്ലോ. പെണ്ണുങ്ങളാണെങ്കിൽ ചിലപ്പം ഒരുപക്ഷെ ചിന്തിച്ചേക്കും. ഏതായാലും ആദർശ് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ഈ മെഡിസിൻ ഒക്കെ ആയിട്ട് നമ്മുടെ അനി എന്താ ചെയ്യുന്നത്, നേരെ നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ മേടിക്കുന്നത് ആര് കണ്ടു? നമ്മുടെ വേണു കണ്ടു. വേണുവിന് എന്തോ ഒരു സംശയം തോന്നി, ഈ മെഡിസിൻ ഒക്കെ ആയിട്ട് ഇവൻ എങ്ങോട്ടാ പോകുന്നത്? അതൊന്ന് ശ്രദ്ധിക്കണമല്ലോ, ഇവൻ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയണമല്ലോ എന്നും പറഞ്ഞ് ഫോളോ ചെയ്യുകയാണ്. നമ്മുടെ അനിയുടെ പുറകെ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അനി നേരെ പോകുന്നത് നമ്മുടെ നയനയുടെ വീട്ടിലേക്കാണെന്ന് മനസ്സിലായി. വേണു എന്ത് ചെയ്തു, നേരെ രേവതിനെ അങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു, നീ അനി എവിടെയാ പോയതെന്ന് നീ ചോദിക്കുകയും പറയൂ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മോളെ? നീ എന്താ അനി ഇങ്ങനെ വെറുതെ അഴിച്ചു വിട്ടിരിക്കുന്നത്? അഴിച്ചുവിടാൻ മാത്രമേ ഞാൻ എന്താ ഇവിടെ കെട്ടിയിട്ടേക്കുമായിരുന്നോ? എന്റെ പൊന്നച്ച, അവനെക്കുറിച്ച് പറയാതിരിക്കും. എനിക്ക് അവനെക്കുറിച്ച് പറയുമ്പോഴേ തലവേദന എടുക്കും. അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മോളെ. അവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ പോകുന്നത് എങ്ങോട്ടേക്കാന്നറിയാമോ? അവളെ കാണാനാ, ആ മൊട്ടച്ചീനെ കാണാന്. ഇത് കേട്ടതും ആരെ? നന്ദുവിനെ കാണാനോ? ഏതായാലും അവൻ പോയിട്ടുണ്ട്. കുറെ മെഡിസിനും വാരി കെട്ടിക്കൊണ്ടൊക്കെയാ പോയേക്കുന്നത്. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും കുറെ മെഡിസിൻ മേടിച്ചിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. ഞാൻ ഇതൊക്കെ കണ്ടു, ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കുമാണ് ഇപ്പം പുതിയ വീട് മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വീട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ അനാമിക അങ്ങോട്ട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങിയില്ലേ. അനാമിക ആണെങ്കിൽ ഈ സമയത്ത് നേരെ ചെല്ലുകയാണ് ജാനകിയുടെ അടുത്തേക്ക്. അമ്മയ്ക്ക് അറിയാമോ, ഞാൻ പറയുന്നതിലല്ലേ തെറ്റുള്ളൂ. എപ്പോഴും ഞാൻ അനിയെ ഇങ്ങനെ പറയാന്ന് അമ്മ ഓർക്കരുത്. അവൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയാമോ? അവന്റെ ഇപ്പൊ കാണാൻ പോയിരിക്കുന്നത് അവളെ, നന്ദുവിനെ. നയനിയുടെ വീട്ടിലേക്ക് അവള് പോകുന്നത് എന്തിനാ? നന്ദുവിനെ കാണാനല്ലേ. എന്തിനാ എപ്പോഴും അങ്ങോട്ടേക്ക് ഏടത്തിനെ കാണാനെന്നും പറഞ്ഞ് അവൻ പോകുന്നത്? ഞാൻ പറയുന്നതല്ലേ എല്ലാവർക്കും തെറ്റ്, അവൻ കാണിച്ചു കൂട്ടുന്നൊന്നും തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ജാനകി പറഞ്ഞു, ഓഹോ മോളോട് ആരാ പറഞ്ഞത്? എന്നോട് എന്റെ അച്ഛനാ പറഞ്ഞത്. എന്റെ അച്ഛനാ ഇത് കണ്ടത്. എന്റെ അച്ഛൻ വെറുതെ കള്ളമൊന്നും പറയില്ലല്ലോ. ഏതായാലും എനിക്കറിയാം അവൻ എന്തിനാ അവിടെ എപ്പോഴും അവളെ കാണാൻ പോകുന്നതെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജയം വന്നു. ജലജയം കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേറെ ആള് വേണം. ജലജയം പറഞ്ഞു, ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവൻ അങ്ങോട്ട് തന്നെയാണോ പോയേക്കുന്നത് നമുക്ക് അറിയണമല്ലോ. എങ്കിൽ പിന്നെ നമുക്ക് നേരെ നയനയുടെ വീട്ടിലേക്ക് അങ്ങ് പോകാന്ന്. അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട്, അത് വേണോ? അങ്ങോട്ടേക്ക് പോണോ? അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ അനാമികയും പറയാണ്, പോണം, ഏതായാലും പോയേ പറ്റൂ. അവിടെ ചെന്ന് രണ്ട് വർത്താനം അവളുടെ മുഖത്ത് നോക്കി പറയണം. എന്റെ ഭർത്താവിനെ എന്തിനാ അവള് വെച്ചോണ്ടിരിക്കുന്നത്? അതിന്റെ കാര്യം അവക്ക് എന്താ? എന്റെ ജീവിതം എന്തിനാ അവള് നശിപ്പിക്കുന്നത്? അനി എന്നെ സ്നേഹിക്കാത്തത് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരണോ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. ഏതായാലും ഇവര് 3 പേരും, ജലജയും
ജാനകിയും അനാമികയും നേരെ നയനിയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങാണ്. ഈ സമയത്ത് നമ്മുടെ ആദർശ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് വന്ന് ഏതായാലും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയുടെ അടുത്തേക്കാണ് നേരെ പോകുന്നത്. അപ്പം ദേവയാനി ചോദിച്ചു, മോനെ എങ്ങനെയാ പൈസ കൊടുത്തോന്ന് ചോദിച്ചപ്പോഴത്തേക്കും പൈസ കൊടുത്തു അമ്മേ. അല്ല പെൺകുട്ടി മേടിച്ചോ? മേടിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. പിന്നെ ഞാന് ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. ആ പെൺകുട്ടിക്ക് പൈസ വേണ്ട എന്ന് തന്നെയാ പറയുന്നത്. അതിന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും പൈസയ്ക്ക് ആഗ്രഹം ഇല്ലാത്തതാ. അപ്പൊ അതുകൊണ്ട് പിന്നെ വെറുതെ എന്തിനാ, പിന്നെ അമ്മ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ച് കെട്ടിവെക്കുക ചെയ്തതെന്ന് പറഞ്ഞപ്പം ഏതായാലും നന്നായി. എനിക്ക് അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടല്ലോ. പിന്നെ ഉണ്ടല്ലോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും വലിയൊരു ഡിസൈനറാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നയനയെ ആനന്ദ് മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി കൊടുക്കാൻ വേണ്ടി. അവക്കല്ല സത്യം പറഞ്ഞാൽ ജോലി കൊടുക്കേണ്ടത് ആ പെൺകുട്ടിക്കാ. ആ പെൺകുട്ടിക്ക് നല്ലൊരു പോസ്റ്റ് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ കൊടുത്തൂടെ മോനെ? എന്തിനാ വെറുതെ? ആ പെൺകുട്ടിക്ക് ഒരു ജോലിയെങ്കിലും കൊടുത്ത് എനിക്കൊരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ ഒന്ന് ചെയ്തുകൂടെ? ഞാൻ ആ വഴിയൊന്ന് ആലോചിക്കുന്നുണ്ട്. ഏതായാലും അച്ഛനോടും അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് ആ പെൺകുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വളരെ റിസ്ക് ഇല്ലാത്തൊരു ജോലി തന്നെ ആ പെൺകുട്ടിക്ക് നല്ല ശമ്പളത്തിൽ വെച്ച് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം പറയുന്നുണ്ട്, നോക്കട്ടെ, ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോ അടുക്കളപ്പണിയൊന്നും എടുക്കാനുള്ളതല്ല അവള്. ഏതായാലും ജോലി ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാ നല്ലത്. വളരെ റിസ്ക് ഇല്ലാത്ത ജോലി ഒരെണ്ണം ഏൽപ്പിക്കാം. ഏതായാലും നല്ല കഴിവുള്ള പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞപ്പോ, നിനക്കറിയാമോ അപ്പം നല്ല കഴിവുള്ള പെൺകുട്ടിയാണോ? അല്ല വരയ്ക്കാനൊക്കെ അറിയോ? വരയ്ക്കാനൊക്കെ ലേശം അറിയാന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ നയനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട. ഇനിയിപ്പം ഡിസൈനർ ആയിട്ട് ആ പെൺകുട്ടീനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോ. ഞാൻ അച്ഛനോട് പറഞ്ഞ് സംസാരിക്കാൻ മോനെ എന്നൊക്കെ പറയാണ്. ഇപ്പൊ വലിയ ആഗ്രഹത്തോടു കൂടിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ ദേവയാനി. ഇതേ സമയല്ലേ നമ്മുടെ അനി മെഡിസിൻ കൊണ്ട് കൊടുക്കുകയാണ്. ആനി മെഡിസിൻ കൊണ്ട് നന്ദുവിന്റെ കയ്യിലാട്ടോ കൊടുക്കുന്നത്. അപ്പൊ പുറത്ത് നന്ദു ആണ് നിൽക്കുന്നത്. അപ്പൊ നന്ദുവിന്റെ കയ്യിൽ കൊടുക്കുവാണ്. എന്നാ മെഡിസിൻ എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നന്ദു ചോദിച്ചു, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് നിന്റെ ഭാര്യ അറിയാണെങ്കിൽ പ്രശ്നമാവില്ലേ? ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അനി പറയുന്നുണ്ട്, അതൊന്നും ഞാൻ നോക്കണില്ല. ഇപ്പൊ എന്റെ ഏടത്തിയുടെ ജീവനാണ് എനിക്ക് വലുത്. എന്റെ ഏടത്തിയുടെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യമൊന്നും ഞാൻ നോക്കുന്നില്ല. എന്റെ ഏടത്തിക്ക് ഇപ്പൊ മെഡിസിൻ അത്യാവശ്യമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറയുന്നു. ഏതായാലും ആദർശമോനല്ല അനിമോനെ കയറി വാന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കനകദുർഗയൊക്കെ വിളിച്ചോണ്ട് പോവുകയാണ്. അങ്ങനെ കനകദുർഗ വിളിച്ചോണ്ട് പോകുന്നു. അനിയൊക്കെ ആയിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം നടക്കുന്നത്. എന്ത് സംഭവമാണ് നടക്കുന്നത്? വരികല്ലേ 3 പെൺപടകളും കൂടെ ചേർന്ന്. അങ്ങനെ 3 പെൺപടകളും കൂടെ ചേർന്ന് വന്ന് നിൽക്കുന്നു. അനിയുടെ ബുള്ളറ്റ് അവിടെ കിടക്കുന്നു. അപ്പൊ തന്നെ മനസ്സിലായി. അപ്പൊ തന്നെ പറഞ്ഞു കേട്ടോ നമ്മുടെ അനാമിക, കണ്ടോ അമ്മേ, അവൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്കറിയായിരുന്നു. എന്റെ അച്ഛൻ വെറുതെ പറഞ്ഞാലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. ഏതായാലും അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ നന്ദു ഉണ്ട്, കനകദുർഗയുണ്ട്, ഗോവിന്ദനുണ്ട്, നയനയുണ്ട്. ഇങ്ങനെ നിൽക്കുകയല്ലേ. എന്തിനാടാ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? നീ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം എന്താടാന്ന് പറഞ്ഞു ചോദിച്ചു. ജാനകി അങ്ങ് ചെന്നപ്പോഴത്തേക്കും, അമ്മേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊന്നിനുമല്ല, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്കൊന്നുമല്ല. ഞാൻ നയനയിടത്തേക്ക് മെഡിസിനുമായിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോ, മെഡിസിനോ? എന്തിനാ മെഡിസിൻ? അപ്പൊ അനാമിക അങ്ങ് തട്ടിക്കയറി ചെന്നു. അനാമിക ചോദിച്ചു, മെഡിസിൻ എന്തിനാ ഇപ്പൊ മെഡിസിന്? ഇപ്പം അങ്ങനെ ഒരു മെഡിസിൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കാൻ വേണ്ടി ആദർശേട്ടനെ പറഞ്ഞു വിട്ടാ പോരെ? നീ എന്തിനു ഇങ്ങോട്ടേക്ക് വന്നു? എനിക്കറിയാം നീ ഇങ്ങോട്ടേക്ക് വന്ന ഒറ്റ കാരണം എന്താണെന്നറിയുവോ? നീ ഇങ്ങോട്ടേക്ക് വന്ന ഒറ്റ കാരണം അവളെ കാണാനാ, ദേ ഈ നിൽക്കുന്നവളെ, അതിനുവേണ്ടി തന്നെയല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നന്ദു അങ്ങ് ഫ്രണ്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഗോവിന്ദ് പറഞ്ഞു, മോളെ വേണ്ട, നിൽക്കാൻ പറഞ്ഞു. എന്തെങ്കിലും ചെയ്യുന്നറിയാം, നമ്മുടെ നന്ദു നന്നായിട്ട് എന്തെങ്കിലും പറയുമെന്നറിയാം. ഏതായാലും ഈ സമയത്ത് അനാമിക, ഓഹോ ഇവക്ക് മെഡിസിൻ മേടിക്കാനാണോ? അപ്പോഴാണ് നമ്മുടെ ജലജ ചോദിച്ചല്ല, ഇവക്ക് മെഡിസിൻ മേടിക്കാൻ എന്തിനാ? ഇവക്ക് ഇത്ര പ്രശ്നം എന്താ ഇരിക്കുന്നത്? ഇവക്ക് എന്താ ഇത്ര രോഗം ഇരിക്കുന്നത്? ഇനിയിപ്പം ഏടത്തേക്ക് കരള് കൊടുത്തത് ഇവള് വല്ലതാണോ? അല്ല, ഏടത്തിനെ പോലെ വയ്യായികയാണല്ലോ ഇവക്കും ഉള്ളത്, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മുടെ അനാമിക ചെന്ന് നയനയെ കണ്ട് ഉന്തുവോ തള്ളുവോ എടുക്കുവാൻ കണ്ടൊക്കെ ചെയ്തു. നയന ചെന്നങ്ങോട്ട് വീട് അല്ലെങ്കിൽ പുറകോട്ടേക്ക് ഇങ്ങനെ മാറിപ്പോവുക, വയറ് ചെന്നങ്ങാണ്ട് ഇടിക്കുന്നുണ്ട്. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുവോ നമ്മുടെ നന്ദുവിന് സഹിക്കാൻ പറ്റുമോ? നന്ദു എന്താ ചെയ്യുന്നത്? ഒറ്റ ഒരെണ്ണം പൊട്ടിക്കാണ് കേട്ടോ. ഒരു 1.5 പൊട്ടീര് പൊട്ടിക്കുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നാളെ രാവിലെ കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണേ. രാവിലെ 7:30 തന്നെ നമ്മൾ വിശേഷം ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് വീഡിയോ ഇന്നില്ല നമുക്ക്. ഇനിയിപ്പം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ രേവതിയുടെയും സച്ചിയുടെയും കഥയാണ്. അത് നമ്മൾ ഇന്ന് ഇട്ടിട്ടില്ല. ഇന്നിടാത്ത കാരണം നെക്സ്റ്റ് വീക്ക്
പ്രമോയിൽ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും ഒരു ആവർത്തന വിരസതയൊക്കെ തോന്നൂലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് വീണ്ടും ആവർത്തിച്ചിന്ന് ഇടാതിരുന്നത്. അപ്പൊ നെക്സ്റ്റ് വീക്ക് പ്രമോ എന്ന് പറഞ്ഞൊരു കിടപ്പുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിയോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.